അത്ഭുതപ്പെടേണ്ട, 3,500 നോട്ട് തന്നെയാണിത്. അതും 1,500 രൂപ മാത്രം നിങ്ങൾ ഡെയിലി മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ ഈ മനോഹരമായ വീട് 4.4 സെന്റ് സ്ഥലവും 1900 സ്ക്വയർ ഫീറ്റ് എന്ന ഈ 4 BHK വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ വീടിന്റെ മുൻവശത്ത് അതിവിശാലമായ 2 വലിയ കാറുകൾ പാർക്ക് ചെയ്യേണ്ട പാർക്കിംഗ് സ്പേസും ഉണ്ട്. ഇവിടുത്തെ ഇന്റർലോക്ക് തന്നെ ഒരു ഗ്രീനിഷും ആൻഡ് ആഷ് കളർ തീമിലാണ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീട് കാണാൻ അതിമനോഹരമാണ്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗാർഡൻ സ്പേസ്, ഒരു കുഞ്ഞ് ഗാർഡൻ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. മലബാർ റീജിയനിലെല്ലാം കണ്ടുവരുന്ന ഒരു വെട്ടുകല്ലുണ്ട്. വെട്ടുകൽ മോഡൽ ടൈലുകൾ ഇപ്പോൾ ഒത്തിരി അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയണമെന്നുണ്ടെങ്കിൽ വെള്ളം എന്നുള്ള മൂവി മാത്രം കണ്ടാൽ മതി. ഈ ടൈലിനെ പറ്റിയുള്ള ഹിസ്റ്ററി നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. ആ ഒരു ടൈലിലൂടെ കൊടുത്തുകൊണ്ട് വീടിന്റെ കുറച്ചും കൂടെ ഒന്ന് അട്രാക്ഷൻ വരുന്നുണ്ട്. ഈ വീടിന്റെ അതിമനോഹരമാക്കുന്ന വേറൊരു പ്രത്യേകത ഇതിന്റെ ഡോറാണ്. ഡോറിന്റെ ഡിസൈനാണ്. നമ്മൾ ആനക്കൊമ്പിന്റെ അതേ മോഡലിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡോർ പണിയിപ്പിച്ചിരിക്കുന്ന പ്ലാവിലാണ്. ഇവിടെ ബാക്കി ഉപയോഗിച്ചിരിക്കുന്ന തടികൾ എന്ന് പറഞ്ഞാൽ ആഞ്ഞിൽ കൂടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് തന്നെ ഈ വീട്ടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷനാണ്. വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ വീട് പണിയിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. അതിവിശാലമായിട്ടുള്ള നിങ്ങൾക്ക് ഒരു 100 ഇഞ്ച് TV വേണമെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റുന്ന വളരെ വലിയൊരു TV സ്പേസ് വരുന്നുണ്ട്. ഇവിടെ മുകളിൽ തന്നെ മുകളിൽ നല്ലൊരു സീലിംഗ് വർക്കാണ് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു രീതിയിൽ ഒരു ടെക്സ്ചർ വർക്ക് കൂടെ ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയാണ് നമ്മൾ ലിവിംഗ് ഏരിയയുടെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വലിയൊരു രീതിയിൽ ഗസ്റ്റ് വന്നാലും അവർക്ക് മീൻസ് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ വരുന്നത്. അതിമനോഹരമായ കിച്ചൺ, അത് ഈ വീടിന്റെ ഒരു പ്രത്യേകതയാണ്. അതും ഓപ്പൺ കിച്ചൺ ആണ്. ഏതൊരു ആൾക്കും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ കിച്ചൺ സജ്ജീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വാഷ് ബേസിൻ, നമ്മളിപ്പം തന്നെ TV ഓൺലൈനിൽ ഒത്തിരി വലിയ അപ്ഡേറ്റ്സും വരുന്ന മെത്തേഡുള്ള വാഷ് ബേസിനാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡിലുള്ള വാഷ് ബേസിനാണ്. സാധാ വീടുകളൊന്നും കാണാത്ത ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവിടെ തന്നെ ഇലക്ട്രിക് ചിമ്മിനി ഇവിടെ ആൾറെഡി ഇൻബിൽഡ് ആണ്. ഇതിനാണ് നിങ്ങൾ സെപ്പറേറ്റ് പൈസ മുടക്കേണ്ട ഒരു ആവശ്യം തന്നെ വരുന്നില്ല. ഫാബറിന്റെ ഒറിജിനൽ ബ്രാൻഡഡ് സാധനമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ 2 ബെഡ്റൂം താഴത്തെ നിലയിലും 2 ബെഡ്റൂം മുകളിലത്തെ നിലയിലും വരുന്നത്. നിങ്ങളുടെ ഫാമിലിക്ക് താമസിക്കാൻ വീട്ടിൽ വയസ്സായവരുണ്ടെങ്കിൽ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 2 ബെഡ്റൂം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ എല്ലാം തന്നെ കബോർഡ് സ്പേസ് ചെയ്തിട്ടുണ്ട്. കബോർഡ് വിശാലമായ നല്ല അതിമനോഹരമായ രീതിയിലാണ് കബോർഡ് വർക്ക് ഇതിനകത്ത് വരുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ ബാത്റൂം സ്പേസ് വരുന്നത്. ബാത്റൂം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ഉപയോഗിച്ചാണ് ബാത്റൂം തന്നെ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെയും ചെറിയൊരു കബോർഡ് സ്പേസ് വരുന്നുണ്ട്. ഇത് നമുക്ക് കിഡ്സിനോ പല പ്രായവർക്കോ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടെക്സ്ചർ വർക്ക് മീൻസ് ഡിസൈനിങ് വർക്ക് എല്ലാം അതിമനോഹരമായിട്ടുള്ള രീതിയിലാണ് ഒരു പണിയേപ്പിച്ചിട്ടുള്ളത്. സ്റ്റെപ്പിലെ ഹാൻഡില് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായ വർക്കിലാണ് ആ വുഡിന്റെ വർക്ക് വരുന്നത്. മീൻസ് കാണുമ്പോൾ തന്നെ ഒരു റിച്ച് ഫീൽ ചെയ്യുന്ന മെത്തേഡിലാണ് ആ വുഡ് വർക്ക് അവർ ചെയ്തിട്ടുള്ളത്. ഈ മുകളിൽ നിലയിൽ അതിവിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ട് 2 ബെഡ്റൂം. താഴത്തെ അതേ ബെഡ്റൂം സ്പേസിൽ തന്നെയാണ് മുകളിലെ ബെഡ്റൂം എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നിങ്ങളുടെ ബാൽക്കണി എന്ന് പറയുന്നത്. ഈ ബാൽക്കണി സ്പേസിൽ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ വില്ലാസും നിങ്ങൾക്ക് കാണാൻ പറ്റും. മീൻസ് ഇവിടെ തന്നെ നല്ലൊരു അതിമനോഹരമായ വില്ലാസാണ് വേറെയും പണിയേപ്പിച്ചിട്ടുള്ളത്. അത് ഏകദേശമുള്ള എല്ലാം സോൾഡ് ഔട്ടായി. ഇനി ഒരു 2-3 വില്ലാസ് മാത്രമേ ഉള്ളൂ. അതിലൊന്ന് മാത്രമാണ് ഞങ്ങളുടെ ഈ വീട് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ 3ാമത്തെ ബെഡ്റൂം. ഇവിടെയും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നിങ്ങളുടെ ബാത്റൂം സ്പേസ് വരുന്നത്. ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് മെത്തേഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാത്തിനും തന്നെ സീലിംഗ് നല്ല കളർഫുൾ സീലിംഗ് ആണ് ഇവർ പണിയേപ്പിച്ചിട്ടുള്ളത്. ഇതാണ് നിങ്ങളുടെ 4ാമത്തെ ബെഡ്റൂം ആൻഡ് ഫൈനൽ ബെഡ്റൂം. ഇവിടെയും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സീലിംഗ് വർക്ക് എൻ്റെ ഡിഫറെൻ്റ് ആണ്. മീൻസ് താഴത്തെയും ഈ റൂമും വളരെ വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വാസ്തുശാസ്ത്ര പ്രകാരം 4 ബെഡ്റൂമും ഒരേപടി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു 2 ബെഡ്റൂം ഒരേ അളവിലും 2 ബെഡ്റൂം വേറെ അളവിലാണ് ചെയ്തിട്ടുള്ളത്. 4.5 സെന്റും 1900 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ 4 ബെഡ്റൂം വരുന്ന വീട് നിങ്ങൾക്ക് വളരെ തുച്ഛമായ എമൗണ്ട് മാത്രം പേ ചെയ്ത് ബാക്കി EMI വഴി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാൻ സാധിക്കും. ഈ വീട്ടിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം ദൂരെ വരുന്നുള്ളൂ നാഷണൽ ഹൈവേയിലേക്ക്. ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്ന് വെറും 100 മീറ്റർ മാത്രം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ട്രിനിറ്റി കോളേജ് അവൈലബിൾ ആണ്. സ്കൂളുകളെല്ലാം തന്നെ വളരെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് 1 കിലോമീറ്റർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനവും നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. ഈ വീടിനെ പറ്റി കൂടുതൽ വിവരം അറിയുവാനും ഈ വീട് കാണുവാനും മറക്കാൻ ഞങ്ങൾ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. പുതിയ വീഡിയോകൾക്ക് വേണ്ടിയും പുതിയ ഇൻഫർമേഷന് വേണ്ടിയും മറക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.